പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. നമുക്ക് കാണുവാൻ സാധിക്കും, യേശുനാഥൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനിച്ച യേശു ജ്ഞാനസ്നാന സമയത്ത് വീണ്ടും സ്വർഗം തുറന്ന പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിലേക്ക് അയക്കുന്നു. യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിൻ്റെ അടുത്ത അവസ്ഥ എന്താണ്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാന മെയിൻ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതിൽ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. വചനം ഓർക്കണമേ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈശോ, ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മരുഭൂമിയിലേക്ക്. നമുക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയൊന്ന് ധ്യാനിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്കൊരു വചനവും കൂടി ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത മേഖലയിലേക്ക് നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലുമാണ് 4-ാം അധ്യായങ്ങളിലാണ് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. രണ്ടും ശരി തന്നെയാണ്. യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യേശുവിനെ ആത്മാവ് കൊണ്ടുപോകുന്നത് ഒരു മരുഭൂമിയിലേക്കാണ്. ഒരു വലിയ മരുഭൂമി അനുഭവം. മരുഭൂമിയിലെ പ്രത്യേകത എന്താ? അവിടെ ജലമില്ല, സസ്യങ്ങളില്ല. അവിടെ ഉള്ളത് മുള്ളുകളും മുൾച്ചെടികളും മാത്രമാണ്. പിന്നെ മരുഭൂമിയിലാണ് കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ വസിക്കുന്നത്. അവരുടെ ഒളിത്താവളങ്ങൾ അവിടെയാണ്. ഏറ്റവും വിഷം കൂടിയ ഉഗ്രസർപ്പങ്ങൾ ഒക്കെ ഉള്ളതും ഈ മരുഭൂമിയിൽ തന്നെയാണ്. ഹിംസ്രജീവികളും മരുഭൂമിയിലുണ്ട്. ഈ മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ മരുഭൂമിയിൽ ഇവരെ കൂടാതെ മറ്റൊരു വ്യക്തിയുമുണ്ട്, പ്രലോഭകൻ, സാത്താൻ. യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിൽ പ്രലോഭകൻ കാത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മെ ഓരോരുത്തരെയും മാമോദിസ എന്ന കൂദാശയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മകനായി ദത്തെടുത്ത് പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്ത് കഴിഞ്ഞ് നാമൊക്കെ നമ്മുടെ ഭവനത്തിലേക്ക് വന്നു. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളായി ഒരുപക്ഷെ കയ്യിൽ മലക്കിടപ്പെ കിടക്കുന്ന കുഞ്ഞായി. ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, പരിശുദ്ധ ത്രിത്വത്തെ ലഭിച്ചു. ആ കുഞ്ഞ് വിശുദ്ധീകരിച്ചു. ആ വിശുദ്ധീകരിക്കപ്പെട്ട കുഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു. ആ കുഞ്ഞിനെ മാതാപിതാക്കൾ കൊണ്ടുവരുന്നത് മരുഭൂമിയിലേക്കാണ്. ഇന്ന് ഓരോ ഭവനങ്ങളും മരുഭൂമിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര വലിയ ഗംഭീരന്മാരുടെ ഭവനമായിക്കോട്ടെ, സമ്പൽ സമൃദ്ധിയിലും ആഡംബരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭവനം പോലും മരുഭൂമി അനുഭവമല്ലേ? ഈ ആഡംബര ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ? അതേ ദുഷ്ടശക്തികളുടെ
ആവാസ കേന്ദ്രമാണോ? ഇന്ന് പല ഭവനങ്ങളും ദുഷ്ടശക്തികളുടെ ആവാസ കേന്ദ്രമാണ്. ഭവനത്തിലുള്ള പല വ്യക്തികളും പരസ്പരം വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുമ്പോഴും മദ്യപാനം അതുപോലെയുള്ള വേണ്ടാത്ത തിന്മകളും പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ പല ഭവനങ്ങളും ഇന്ന് സാത്താൻ്റെ കൂടാരങ്ങളായി മാറ്റപ്പെട്ടിട്ടില്ലേ? ആ കൂടാരത്തിലേക്കല്ലേ ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ കടന്നു വന്നത്? ആ കുഞ്ഞ് വളരുന്നത് ഏതനുഭവത്തിലാണ്? മരുഭൂമി അനുഭവത്തിലല്ലേ? ആ മരുഭൂമിയിലുള്ള മുള്ളുകളും മുൾച്ചെടികളും ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കുമെല്ലാം തറച്ചു കയറി സ്നേഹവും അംഗീകാരവും കിട്ടാത്ത അവസ്ഥയിൽ ഹൃദയത്തിൽ മുഴുവൻ വെറുപ്പും വാശിയും വൈരാഗ്യവുമായിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളല്ലേ ഈ പുതിയ തലമുറ മുഴുവനും. അവരത്തരത്തിൽ അതുപോലെ തന്നെ മറ്റു പല തിന്മകളിലേക്കും അവർ പോകുന്നു. കാരണം എന്താണെന്നറിയാം? മരുഭൂമി അനുഭവമാണ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയില്ല. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒഴുകണമെങ്കിൽ ഈ മരുഭൂമി അനുഭവത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളും മക്കളും ആത്മാവിൻ്റെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ആ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ മുമ്പിൽ സാക്ഷിയായി മാറ്റപ്പെടണം. ഇവിടെ പിതാവിൻ്റെ മുമ്പിൽ യേശു സാക്ഷിയായി മാറ്റപ്പെട്ടു. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്ന പ്രലോഭകനെ തൻ്റെ കാൽ ചുവട്ടിലമർത്തി. പ്രലോഭകൻ പറയുന്നത് അനുസരിച്ചല്ല ജീവിച്ചത്. പ്രലോഭകനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് യേശുവിന് കൊടുത്തു. ഇതുപോലെ സഭാമക്കൾക്ക് ദൈവമായ കർത്താവ് ഈ ലോകമാകുന്ന ഈ ദുഷ്ടൻ്റെ വലയത്തിൽ ജീവിക്കുമ്പോൾ ആ ദുഷ്ടശക്തിയെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവമക്കളിലേക്ക് ദൈവം ചൊരിഞ്ഞിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ധന്യമായി മാറുന്നത്. നമുക്കൊരു നിമിഷം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അങ്ങയെ മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ കുദാശകളും സ്വീകരിച്ച് കടന്നു വരുന്നത് മരുഭൂമി അനുഭവത്തിലേക്കാണ്. ആ മരുഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന മുള്ളുകളും മുൾച്ചെടികൾ പലപ്പോഴും പലതരത്തിലുള്ള തിന്മയിലേക്ക് ഞങ്ങളെ വലിച്ചിഴയ്ക്കുന്നു. കർത്താവെ, ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.